നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ കൊലയാളികളുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് സർ. ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ളവർ 3 പേരാണ്. മുജീബും പ്രിൻസും പിന്നെ അയാളുടെ സഹായി. ഇതിൽ മുജീബിനും പ്രിൻസിനും ആ കേസിൽ പരോക്ഷമായിട്ടോ നേരിട്ടോ ബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. പരസ്പരം ബന്ധമില്ലാത്തത് പലതും രണ്ടുപേരും പറയുന്നു എന്നത് കാര്യമാക്കണ്ട. രണ്ടുപേരുടെയും മൊഴികൾ കൂട്ടി വായിച്ചാൽ ആ കുറ്റകൃത്യത്തിലുള്ള ഇരുവരുടെയും പങ്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. വിവേകിന്റെ മൊഴിയും വളരെ പ്രധാനപ്പെട്ടതാ. രണ്ടുപേരുടെയും ലക്ഷ്യം വിവേകിനെ കൊല്ലുക എന്നത് തന്നെ ആയിരിക്കണം. പ്രിൻസ് പിന്നീട് വിവേകിനെ ഒളിത്താവളത്തിൽ കൊണ്ടുപോയി ഒരു പ്രോപ്പർട്ടി സൂക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചു എന്നതും നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. വളരെ ശരിയായ നിഗമനമാണത്. പ്രിൻസിന്റെയും മുജീബിന്റെയും കൂട്ടായ തീരുമാനമായിരിക്കണം വിവേകിനെ കൊണ്ടുപോയി രഹസ്യമായി പരിപാലിക്കുക എന്നത്. പിന്നീട് ഒരു സന്ദർഭത്തിൽ തൽപര കക്ഷികൾക്ക് കൈമാറി പിന്നീട് വിലപേശാമെന്നവർ കണക്കൂട്ടിയിട്ടുണ്ടാവാം. ഇപ്പോഴാണ് സാർ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ മുജീബ് ഒരിക്കൽ ഒരു പർപ്പസും ഇല്ലാതെ എന്നെ വന്ന് കണ്ടിരുന്നു. താനൊരു മര്യാദക്കാരനാണെന്ന് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എന്നെ ബോധ്യപ്പെടുത്താൻ വന്നതുപോലെ എനിക്കന്ന് തോന്നിയിരുന്നു. അന്നവൻ എന്നോട് പറഞ്ഞത് നന്ദിതയുടെ വീട്ടുമുറ്റത്ത് വിവേക് കുത്തേറ്റ് വീഴുന്നത് കണ്ട ഒരു ദൃക്സാക്ഷി ഉണ്ടെന്നാണ്. ആക്രി പറക്കുന്ന ഒരു ബംഗാളിയാണ് ആ സാക്ഷിയെന്നും അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ സ്വമേധയാ വന്ന് പറഞ്ഞു? അതെ, ബംഗാളി ആ വിവരം മുജീബിനോട് പറഞ്ഞെന്നാ പറയുന്നത്. എങ്കിലത് അവൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കം നടത്തിയതായിരിക്കണം.